ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ വലിയ ഉള്ളിയൊക്കെ എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ മകൻ്റെ വകയാണ് ഈ ഉള്ളി അരിയൽ കേട്ടോ. സ്പൂണിലൊക്കെ കുത്തി വെച്ചിട്ടാണ് ഉള്ളി അരിയുന്നത്. അതിനുശേഷം ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് അതിലേക്ക് എടുത്തത്, അതും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ തക്കാളിയാണ്, നമ്മൾ 2 തക്കാളീൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ആ 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതേ കണ്ടുള്ളൂ, പിന്നെ അത് കണ്ടിട്ടില്ല. കാരണം എൻ്റെ മക്കൾ 2 പേരും ആ തക്കാളി മുഴുവനായിട്ടും എടുത്തത് കഴിച്ചിട്ടുണ്ട്. ഈ കാണുന്ന തക്കാളി മുഴുവൻ പിന്നെ രണ്ടാമത് അരിഞ്ഞാട്ടോ. പിന്നെ ഞാനിതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ കഴുകിയത് നമ്മൾ ഒന്ന് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഞാനിതാ വട്ടച്ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആ ചിക്കനിലൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ആ വട്ടച്ചെമ്പ് ഒന്ന് കഴുകിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. അതിലേക്ക് ഇതാ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2-3 എണ്ണം ഇട്ട് കേട്ടോ. അതിലേക്ക് ഇതാ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഇതാ തക്കാളി ഞാൻ 2 എടുത്ത് പറഞ്ഞില്ലേ, അതും കൂടെ അരിഞ്ഞത് അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കും. അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ ഈ ഒരു മസാലക്കൂട്ട് രണ്ടാമത് തന്നെ ഇടുന്നത്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്ത് വെച്ച് പറഞ്ഞില്ലേ, അത് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഇതിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റി വെക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം വേണം നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ നമ്മൾ തേച്ച് വെച്ചതാണ്, അതിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടാണ് നമ്മൾ കുഴച്ച് വെച്ചത്. ഇനി ആ ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചവിടെ വയ്ക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതാ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങയുടെ വറുത്തരച്ചത് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചെപ്പാണ് ചേർക്കുന്നത്. മല്ലിച്ചെപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിലേക്ക് ഒന്ന് വറുത്തിടണം. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറുത്തും കൂടെ അതിലിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ചോറ് കഴിച്ചാലോ? ചോറ്, ചിക്കൻ കറി, പപ്പടം, ഉപ്പേരി, തൈര്, പിന്നെ നമ്മുടെ പുളിയിഞ്ചി. ഓക്കെ, ബൈ.